നമസ്കാരം. ഇന്നലെ രാത്രി 11:30 മണിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ശിവശങ്കരനെ, പ്രിയങ്കരൻ എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനെ നമ്മൾ പ്രിയങ്കരൻ എന്നല്ലാതെ എന്താ പറയുക? അതായത് പിണറായി വിജയൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി എന്ത് വൃത്തികേടുകളും കാട്ടാൻ തയ്യാറായി പ്രവർത്തിച്ച, പിണറായി വിജയന് വേണ്ടി ദാസ്യവേല ചെയ്ത നമ്മുടെ ശിവശങ്കരൻ, ആ ശിവശങ്കരനെ ഇന്നലെ രാത്രിയാണ് അറസ്റ്റ് ചെയ്തത്. ശിവശങ്കർ IAS ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്ത ശേഷം ഇന്ന് അദ്ദേഹത്തെ സെഷൻസ് കോടതിയിൽ ഹാജരാക്കുകയും അദ്ദേഹത്തെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് 5 ദിവസത്തെ കസ്റ്റഡി സമയത്ത് തിരുവനന്തപുരത്തെ ബാങ്ക്, അതേപോലെ നമ്മുടെ സ്വപ്ന താമസ വീട്, ഫ്ലാറ്റ്, അതേപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ സ്ഥലം, വടക്കാഞ്ചേരിയിലെ ഫ്ലാറ്റുകൾ നിർമ്മാണം, ആ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോവുകയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളുമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം സന്ദർശിക്കുകയും അവിടുന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. പ്രധാനമായും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോക്കറിൽ കൊണ്ടുപോയി തെളിവെടുക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെടുപ്പ് എന്ന് പറയുന്നത്. അവിടെയാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് കിട്ടിയ കമ്മീഷൻ തുക അവിടെയുള്ള ലോക്കറിലാണ്, അവിടെയുള്ള ശിവശങ്കറിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റിൻ്റെ ലോക്കറിലാണ് സൂക്ഷിച്ചുവെച്ചിരുന്നത്. 1 കോടി രൂപയാണ് ശിവശങ്കറിന് വേണ്ടി മാറ്റിവെച്ചിരുന്നത്. 4 കോടി മേധ കിട്ടിയ 4.5 കോടിയിൽ മേധ കിട്ടിയ കമ്മീഷൻ ഇനത്തിൽ കിട്ടിയ പണത്തിൽ 1 കോടി രൂപയാണ് തിരുവനന്തപുരത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിൻ്റെ പ്രത്യേക ലോക്കറിൽ സൂക്ഷിച്ചത്. ആ സ്ഥലത്ത് പോയി കൃത്യമായിട്ട് തെളിവെടുക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ശിവശങ്കറിനെ കൊണ്ടുപോയി തെളിവെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കോടതി വിട്ടുകൊടുത്തിരിക്കുന്നത്, കസ്റ്റഡി വിട്ടുകൊടുത്തിരിക്കുന്നത്. എന്നാൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നവുമായി പിണറായി ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണോ കുറ്റക്കാരൻ, പിണറായി ആണോ കുറ്റക്കാരൻ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ യജമാനൻ പിണറായിയും ദാസൻ നമ്മുടെ ശിവശങ്കറുമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പിണറായി വിജയൻ മാത്രമാണോ കുറ്റക്കാർ? അത് ഇന്ന് സ്വപ്ന കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സ്വപ്ന പറഞ്ഞത് എന്താണ്? പിണറായി വിജയൻ മാത്രമല്ല, പിണറായി വിജയന്റെ ഭാര്യയും മകളും മകനും കുറ്റക്കാരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെല്ലാം കൂടിയുള്ള ഒരു കറക്ക് കമ്പനിയായിരുന്നു കള്ളക്കടത്ത് നടത്തിയതും, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതും, ഡോളർ കടത്തുന്നതും, അതേപോലെ ഇത്തരത്തിലുള്ള ലൈഫ് മിഷൻ പദ്ധതിയുടെ വന്ന കമ്മീഷനെല്ലാം പങ്കുവെച്ചവരാണെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇവരാണിതെല്ലാം ചെയ്യിച്ചത്. മാഫിയ തലവന്മാരായി, മാഫിയ കുടുംബമായി പിണറായി വിജയന്റെ കുടുംബം മാറി എന്നാണെന്ന് കൃത്യമായി പറഞ്ഞാൽ സ്വപ്ന പറഞ്ഞു. അതൊക്കെ അവരൊക്കെ അഴിയുണ്ടെന്നവരെ ഞാൻ അവസാനം വരെ ഫൈറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതായത് സ്വപ്ന നിർത്താൻ പോകുന്നില്ല. ശിവശങ്കരനെ തുടങ്ങി പിണറായി വിജയനും ഭാര്യയും മകനും ഭാര്യയും എല്ലാം അടക്കാം, രവീന്ദ്രനും അതേപോലെ ശ്രീരാമകൃഷ്ണനും അതേപോലെ KT ജലീലും നമ്മുടെ തിരുവനന്തപുരത്തെ ആരാണ് കടകംപള്ളിയും തോമസ് ഐസക്കും എല്ലാം കുടുങ്ങുന്നവരെ ഞാൻ ഫൈറ്റ് ചെയ്യും എന്നാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മുഖ്യ തെളിവായിട്ട് വന്നിട്ടുള്ള ഇന്നത്തെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട തെളിവ് വന്നിട്ടുള്ള എന്താണ്? കൃത്യമായി ലോക്കറിൽ സൂക്ഷിക്കാൻ വേണ്ടി വേണുഗോപാൽ എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ട്, അതായത് ലൈഫ് മിഷൻ ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റും സ്വപ്നയും നടത്തിയ ചാറ്റുകളും ശിവശങ്കറും വേണുഗോപാലും നടത്തിയ ചാറ്റുകളും, അതേപോലെ തന്നെ വേണുഗോപാലും സ്വപ്നയും അതേപോലെ ശിവശങ്കർ നടത്തിയ ചാറ്റുകളും ആണ് കൃത്യമായി വലിയ തെളിവായിട്ട് എൻഫോഴ്സ്മെന്റിന് കിട്ടിയിട്ടുള്ള. ആ തെളിവാണ് ക്രൈം പുറത്തുവിടുന്നത്. ആ ചാറ്റിലെ കാര്യങ്ങൾ വളരെ വിശദമായി ആദ്യം മുതൽ ഞാൻ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 പേജുകളിലെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയുമുണ്ട് പേജുകൾ, നിരവധി പേജുകൾ. അതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ദാവൂദ് ഇബ്രാഹിമിനെ പോലും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ദാവൂദ് ഇബ്രാഹിമിന്റെ ബന്ധങ്ങൾ പോലും ഈ കാര്യത്തിൽ പറയുന്നുണ്ട്. അതായത് ഡെന്നി തോമസ് ചെമ്പട എന്ന് പറയുന്ന ദാവൂദ് ഇബ്രാഹിമിന്റെ വലങ്കൈയായുള്ള ആൾക്ക് കൃത്യമായി പങ്കുണ്ട് എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഡെന്നി തോമസ് ചെമ്പടയുടെ കൂടെ ഇരിക്കുന്ന ഫോട്ടോയും ഞാൻ നേരത്തെ പുറത്തുവിട്ടിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഈ ചാറ്റിൽ വരുന്നുണ്ട്. ഞാൻ വളരെ വിശദമായി ഇപ്പോൾ പറയാൻ പോകുന്നത് 4-ാം പേജിലെ കാര്യങ്ങൾ മാത്രമാണ്. ഞാൻ ഓരോ പേജും നമ്മുടെ പ്രിയങ്കരായ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പുറത്തുവിടുകയാണ്. എൻഫോഴ്സ്മെന്റ് ഏറ്റവും വലിയ തെളിവായി കിട്ടിയ രേഖകളാണ് ക്രൈം പുറത്തുവിടുന്നത്. 19/2/2019 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്ക് 14 മണിക്ക് സ്വപ്ന മറുപടി കൊടുത്തത്, ശിവശങ്കർ മറുപടി കൊടുത്തത്
അവസാനം ചോദ്യം ചോദിച്ചത് എന്താണ്? ഹാസ് ഷീ ഗോട്ട് എക്സ്പ്ലനേഷൻ ഫോർ ദാറ്റ് എന്നാണ് വേണുഗോപാൽ ചോദിച്ചത്. അതായത് ചോദിച്ചെന്താ വെച്ചാൽ ഈ പണമെല്ലാം എവിടെ നിന്ന് കിട്ടിയതാണ് ഡിപ്പോസിറ്റ് ചെയ്തതെന്ന് എൻക്വയറി വന്നാൽ, ഇൻകം ടാക്സിനൊക്കെ എൻക്വയറി വന്നാൽ എന്ന ചോദ്യത്തിന് അവസാനം വേണുഗോപാൽ പറഞ്ഞിരുന്നത് സ്വപ്ന പറഞ്ഞത് അമ്മ തന്ന പണമാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നാൽ ബാങ്കിൽ വെക്കുന്ന ഈ പണമെല്ലാം അമ്മയുടേതാണ് എന്ന് പറയുമ്പോൾ അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്നാണ് വേണുഗോപാൽ ചോദിച്ചത്. സ്വപ്ന പറഞ്ഞത് നോ എന്നാണ്. വീണ്ടും അന്നേ ദിവസം 9/2/2019 2 മണിക്ക് സ്വപ്ന വീണ്ടും മറുപടി പറയുന്നു. ഷീ ഈസ് ഗെറ്റിംഗ് 50K എവരി മന്ത് ആസ് റെന്റ്. 50,000 രൂപ വീതം എല്ലാ മാസവും റെന്റ് കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അത് ഉപയോഗിച്ച് ഇവിടെ പണം കിട്ടിയതിന് തെളിവായി മാറും എന്നാണ് പറഞ്ഞത്. വേണുഗോപാൽ പറഞ്ഞത് അന്ന് തന്നെ 2 മണിക്ക് വേണുഗോപാൽ നൽകിയ മറുപടി ദെൻ യു വിൽ ഗെറ്റ് കോട്ട്. അങ്ങനെയാണ് നിങ്ങളെ പിടിക്കപ്പെടും എന്നാണ് വേണുഗോപാൽ ചാർട്ടേഡ് അക്കൗണ്ട് സ്വപ്നയ്ക്ക് മറുപടി കൊടുത്തത്. സ്വപ്ന മറുപടി കൊടുത്തത് സോ ദെൻ ഹൗ, ഞാൻ എങ്ങനെയാണ് ഇൻകം ടാക്സോ എൻഫോഴ്സ്മെന്റുടെ പിടിക്കപ്പെട്ടാൽ മറുപടി പറയേണ്ടത് എന്നാണ് സ്വപ്ന ചോദിക്കുന്നത്. 19/2/2019 2 മണിക്ക് 14:01 മണിക്ക് സ്വപ്ന മറുപടി വീണ്ടും ചോദിക്കുകയാണ്. ആൻഡ് ഓൾസോ ഷീ ഹാസ് ബാങ്ക് ബാലൻസ്. അവർക്ക് ബാങ്ക് ബാലൻസും ഉണ്ട്. ആ ബാലൻസ് ഉള്ള തുക എനിക്ക് തന്നു എന്ന് പറഞ്ഞാൽ പോരെ എന്നാണ് അടുത്ത സ്വപ്ന ചോദിക്കുന്നത്. അപ്പം വീണ്ടും ചോദിക്കുന്നു ആൻഡ് ഓൾസോ ഷീ ഹാസ് ഗീവൺ 501 sovereigns of gold to me which is mentioned in my marriage certificate. അത് എൻ്റെ 501 സോവറിൻ സ്വർണം എനിക്ക് തന്നിട്ടുണ്ടെന്ന് എൻ്റെ മാരേജ് സമയത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നാണ് സ്വപ്ന പറയുന്നത്. അതെല്ലാം കാണിച്ചാൽ പോരെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ വേണുഗോപാൽ പറഞ്ഞ പ്രൂഫ് ഫോർ ഡിസ്പോസൽ, അതായത് ഈ സ്വർണമെല്ലാം വിറ്റു എന്ന് പറയുന്നതിനുള്ള വല്ല തെളിവുണ്ടോ എന്നാണ് സ്വപ്നയോട് ചോദിക്കുന്നത്. അത് 2:27 ചോദിക്കുന്നത് അന്നേ ദിവസം. അന്ന് തന്നെ 14:29 ചോദിക്കുന്ന അടുത്ത ചോദ്യം വേണുഗോപാൽ ചോദിക്കുന്നു 500 B black 2000 means 80 lakhs. You are liable for wealth tax up to 15,000 to 16,000 എന്നാണ് പറയുന്നത്. അതായത് ഈ വെൽത്ത് ടാക്സ് ആയിട്ട് നിങ്ങൾ 15,000 to 16,000 വരെ ടാക്സ് അടക്കേണ്ടി വരും 80 lakhsനാണ് പറയുന്നത്. അപ്പം വേണുഗോപാൽ വീണ്ടും പറയുന്നു മാം വാട്ട് യു ഹാവ് ഡൺ ഈസ് ഗ്രേറ്റ് സോ ലോങ് ആസ് യു ഡു നോട്ട് ഗെറ്റ് ലെറ്റർ. ഐ ഹാവ് സജസ്റ്റഡ് സംതിങ് ടു സർ വിച്ച് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് വിൽ ബി സേഫ്. ഇഫ് യു വാണ്ട് ഐ വിൽ ടെൽ യു ഓൾസോ വാട്ട് അബൌട്ട് കാർ ലോൺ. അതായത് എങ്ങനെയാണ് ഞാൻ ഈ പണ ഇടപാട് ബാങ്കിൽ ഇട്ട് വെച്ചിരിക്കുന്ന പണത്തെക്കുറിച്ച് നാളെ ചോദ്യം വരുമ്പോൾ, അതോറിറ്റിയും ചോദ്യം വരുമ്പോൾ ഞാൻ അതിനുള്ള കാരണങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു തരാം എന്ന് പറയുകയും കാർ ലോണിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പം പ്ലീസ് ടെൽ മീ, എന്നോട് പറഞ്ഞു തരുമെന്ന് സ്വപ്ന പറയാണ്. അന്ന് രാത്രി 19/2/2019 അവർ പറയുന്നത് എന്നോട് പറഞ്ഞു തരൂ എങ്ങനെയാണ് ഈ വിശദീകരിക്കേണ്ടതെന്ന്. പിറ്റേ ദിവസം 20/2/2019 14:40 പറയുന്നത് വേണുഗോപാൽ പറയുന്നത് വെൻ ആൻഡ് ഹൗ നോട്ട് ത്രൂ വയർ ക്യാൻ വി മീറ്റ് ഇൻ സേഴ്സ് പ്രസൻസ് ഇൻ അറ്റ് ഹിസ് കൺവീനിയൻസ്. അതായത് നമ്മളിങ്ങനെ ഇത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് പകരം നമുക്ക് സാർ എന്ന് പറഞ്ഞാൽ ശിവശങ്കരനെ പ്രസൻസിൽ കണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ പണത്തിൻ്റെ സോഴ്സ് എന്നെല്ലാം നമുക്ക് അതോറിറ്റി വന്നാൽ പറയാവുന്ന രൂപത്തിൽ പഠിപ്പിച്ചു തരാം എന്നാണ് പറയുന്നത്. അതേ ദിവസം തന്നെ 20-ാം തീയതി 15:04 ഈവനിങ്ങിൽ പറയുന്നു. സ്വപ്ന ചോദിക്കുകയാണ് യെസ് ഷുവർ. അന്ന് തന്നെ അതേ സമയത്ത് തന്നെ വീണ്ടും പറയുന്നു ഓൺ സാറ്റർഡേ മേ ബി, ശനിയാഴ്ച നമുക്ക് കാണാം. അപ്പോൾ വേണുഗോപാൽ മറുപടി പറഞ്ഞത് അന്ന് തന്നെ എനി ഡേ ഈസ് ഓക്കെ ഫോർ മീ മാം, ഏത് ദിവസമായാലും കുഴപ്പമില്ല സ്വപ്ന എന്നാണ് വേണുഗോപാൽ മറുപടി പറഞ്ഞത്. അതേ ദിവസം തന്നെ സ്വപ്ന UAE കോൺസുലേറ്റിൽ ഓക്കെ പറഞ്ഞു. സ്വപ്ന മറുപടി പറഞ്ഞു അപ്പോൾ തന്നെ. കൂടാതെ വിൽ ആസ്ക് സാർ, ഞാൻ ഈ കാര്യം സാർ എന്ന് പറയുന്നത് ശിവശങ്കരനോട് ചോദിക്കാം. അതായത് സ്വപ്നയുടെ ഗോഡ് ഫാദർ ആയിരുന്നല്ലോ അന്ന് നമ്മുടെ ശിവശങ്കരൻ. വേണുഗോപാൽ ഓക്കെ
അന്ന് എന്നെ കൊടുത്ത മറുപടിയിൽ ഓക്കെ മാം താങ്ക്സ് പ്ലീസ് ഇൻഫോം മീ, എന്നെ അറിയിക്കൂ എന്ന് അറിയിക്കുകയാണ്. വേണുഗോപാൽ വീണ്ടും പറയുന്നു മാം എനി ടൈം ഫിക്സ്, ഏത് ടൈം ഫിക്സ് ചെയ്തോളൂ, പ്ലീസ് ഇൻഫോം ദ ടൈം, എന്നോട് ടൈം ഇൻഫോം ചെയ്യൂ എന്ന് പറയാണ്. സ്വപ്ന UAE കോൺസുലേറ്റ് UAE സ്വപ്ന പറയാണ് വെയിറ്റിംഗ് ഫോർ സർ കൺഫർമേഷൻ, ഞാൻ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അടുത്ത ദിവസമാണ് അടുത്ത മെസ്സേജ് വാട്സപ്പ് 21/2/2019 20:34 വേണുഗോപാൽ മറുപടി പറയാണ് ഫൈൻ മാം കീപ് മീ ഇൻഫോംഡ്. ഓക്കെ, കുഴപ്പമില്ല, നല്ലത്, എന്നെ അറിയിക്കൂ. താങ്ക്സ് ഫോർ മെസ്സേജിങ് മാം, എന്നെ മെസ്സേജ് ചെയ്ത് അറിയിച്ചാൽ നന്ദി. മോസ്റ്റ് വെൽക്കം എന്ന് പറയാണ് 20:55 ഓക്കെ മോസ്റ്റ് വെൽക്കം എന്ന് സ്വപ്ന പറയുന്നു. ഇതിനിടയിൽ അവർ കണ്ടുമുട്ടലൊക്കെ കഴിഞ്ഞു. അതിനുശേഷം 8/3/2019 വേണുഗോപാൽ, അതായത് ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ട് പറയുന്ന മറുപടി വൺ മിസ്സിസ് അംബിക LIC ഏജന്റ് വിൽ കോണ്ടാക്ട് യു ഫോർ യു ആർ പോളിസി യു ക്യാൻ ടേക്ക് ഹെർ സർവീസസ് ഇഫ് റിക്വയർഡ്. അതായത് ഒരു അംബിക എന്ന് പറയുന്ന ലേഡി നിങ്ങളെ ബന്ധപ്പെടും, LIC ഏജന്റ്, അപ്പം നിങ്ങൾ പോളിസി എടുക്കാൻ സഹായിക്കും, അവരുടെ സർവീസ് അവരുടെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന്, ഇഫ് ആവശ്യമാണെങ്കിൽ ലഭിക്കുമെന്ന് പറയാണ്. അപ്പം വേണുഗോപാൽ rupees 1,75,000 deposit in SB and 15 in FD held by bank. Balance is 10 with me. അതായത് 1,75,000 രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് SB അക്കൗണ്ടിൽ സ്വപ്നയുടെ പേരിൽ. 15,000 രൂപ ഞാൻ FD ഇട്ടിട്ടുണ്ട്. ബാലൻസ് 10 വിത്ത് മീ എൻ്റെ കൈവശമുണ്ട് എന്ന് അറിയിക്കുകയാണ് സ്വപ്ന. ഐ ഹാവ് എ പ്രോബ്ലം ഇൻ ദ ഫാമിലി, ശിവശങ്കർ സർ വിൽ ടോക്ക് ടു യൂസ് ടുമാറോ. എൻ്റെ ഫാമിലിയിൽ ചില പ്രോബ്ലം ഉണ്ടെന്ന് 8/3/2019 സ്വപ്ന അറിയിക്കുകയാണ്. ഞാൻ നാളെ ഇക്കാര്യം ശിവശങ്കർ സാർ താങ്കളോട് പറയുമെന്ന് സ്വപ്ന പറയുന്നത്. ശിവശങ്കറുമായിട്ടുള്ള ബന്ധം ഇവിടെ കൃത്യമായി പേര് പറഞ്ഞുകൊണ്ട് തന്നെ സ്വപ്ന വെളിപ്പെടുത്തുകയാണ്. 9/3/2019 വേണുഗോപാൽ മറുപടി ഓക്കെ എന്ന് മറുപടി പറയുന്നു. വേണുഗോപാൽ വീണ്ടും ഇൻഷുറൻസ് ഈസ് യുവർ ടാക്സ് പ്രോബ്ലം ആൻഡ് വൺ റെഫേർഡ് ബൈ യു ഈസ് ഡിഫറെൻറ്റ്. യു വാണ്ട് അംബിക ടു കം ഓർ നോട്ട്. അതായത് ഈ ടാക്സ് പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അംബിക എന്ന് പറയുന്ന ഇൻഷുറൻസ് ഏജന്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇൻഷുറൻസ് എടുക്കുന്നത് ടാക്സ് പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ വെളിപ്പെടുത്തുന്നത്. ഓക്കെ, സ്വപ്നന് മറുപടി പറയുന്നത് ഇഫ് നോട്ട് ടെൽ മീ, അതിൽ പറ്റില്ലെങ്കിൽ പറയാൻ വേണ്ടി പറയാണ്. സ്വപ്നന് മറുപടി പറയുന്നത് മൈ ഡാഡ് ഈസ് വെരി സിക്ക്, ഡിറ്റക്റ്റഡ് ലിവർ ക്യാൻസർ, നോട്ട് ഇൻ എ മെന്റൽ പൊസിഷൻ ടു തിങ്ക് അബൌട്ട് എനിത്തിങ്. അതായത് ഈ ഇൻഷുറൻസ് എടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പറ്റുന്ന സമയമല്ല, അതുകൊണ്ട് കുറച്ച് എൻ്റെ ഫാദറിന് ലിവർ ക്യാൻസർ ഉണ്ട് എന്ന് അറിയിക്കുകയാണ്. അതുകൊണ്ട് മെൻ്റലി നോട്ട് ഗുഡ് പൊസിഷൻ എന്ന് അറിയിക്കുകയാണ് സ്വപ്ന. ഇപ്പം വേണുഗോപാൽ സോറി ടു ഹിയർ ദാറ്റ്, ഇഫ് യു ഓക്കെ you call me on Monday at any time, I will hold her. My prayers for him to recover early. അതായത് ഫാദർ എത്രയും റിക്കവർ ചെയ്യട്ടെ, അതേപോലെ എന്നെ തിങ്കളാഴ്ച കാണാൻ ശ്രമിക്കൂ, എൻ്റെ ഈ അതിനുശേഷം ഇവരെ ഞാൻ കണ്ടാൽ മതി, ഞാൻ അവരെ ഹോൾഡ് ചെയ്ത് വെക്കാം. ആരെ ഈ പറയുന്ന ഇൻഷുറൻസ് ഏജന്റിനെ അംബികയെ ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറയുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഫാദറിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും പറയുകയാണ്. 9/3/2019 സ്വപ്ന ഹി ഈസ് ഇൻ എ ഡിഫിക്കൽട്ട് സ്റ്റേജ്, ഐ ആം നോട്ട് ഏബിൾ ടു ആക്സെപ്റ്റ് ഇറ്റ്. എൻ്റെ ഫാദർ വളരെ ഡിഫിക്കൽട്ട് സ്റ്റേജിലാണ്, എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. യെസ് വിൽ കോൾ യു ഓൺ മൺഡേ, എന്തായാലും മൺഡേ ഞാൻ വിളിക്കാമെന്ന് അറിയിക്കുകയാണ്. വേണുഗോപാൽ 9/3/2019 20:57 ഈ പേജിൽ അവസാനം വരെ പറയുന്നത് ഇതാണ് അന്നത്തെ. യെസ് മാം, ഇഫ് റിക്വയർഡ് ടുമോറോ ഓൾസോ ഓൺ ഹിയറിംഗ് ഫ്രം യു യുവർ റെഫറൻസ് ഈസ് ഫ്രം മിസ്റ്റർ ശിവശങ്കർ, ഇഫ് ഹി സേസ് വിൽ നോട്ട് സേ നോ മാം. അതായത് ശിവശങ്കർ എന്നുള്ള റെഫറൻസ് പ്രകാരമാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിക്കുകയാണ് അന്നത്തെ ആ ദിവസത്തെ ചാറ്റ്. ആ ദിവസത്തെ ചാറ്റല്ല, ഈ പേജിലെ ചാറ്റ് അവസാനിക്കുകയാണ്. അത് കുറേ ദിവസത്തെ ചാറ്റുകളാണ്, 1-2 ചാറ്റുകളല്ല. വേണുഗോപാൽ എന്ന് പറയുന്ന ശിവശങ്കറിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്വപ്നയുമായി നടത്തിയ ചാറ്റാണ് ശിവശങ്കറിനെ കൊടുക്കാനും ഇനിയിപ്പോൾ പിണറായി വിജയന്റെ മകളെയും പിണറായി വിജയനെയും കുടുംബത്തെയും കൊടുക്കാൻ പോകുന്ന പ്രധാന കണ്ണിയെന്നും ഈ ചാറ്റിൽ തന്നെ ദാവൂദ് ഇബ്രാഹിം അടക്കം
പല ആളുകളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളടക്കം ഇവർ വെളിപ്പെടുത്തുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ഗുരുതരമായ തെളിവുകളാണ് ശിവശങ്കറും സ്വപ്നയും വേണുഗോപാലും സ്വപ്നയും ചാർട്ടേഡ് അക്കൗണ്ടായ വേണുഗോപാലും തമ്മിൽ നടത്തിയിട്ടുള്ള അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഇതായിരുന്നു പ്രധാനമായിട്ട് ചോദ്യം ചെയ്യലിനെ പ്രധാന ആസ്പദമാക്കിയിട്ടുള്ള തെളിവ്. ആ തെളിവാണ് ക്രൈം ഓരോ പേജായിട്ട് പുറത്തുവിടുന്നത് എന്ന് പ്രത്യേകം പറയുകയാണ്. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇനി അഞ്ചാമത്തെ ഭാഗം പ്രസിദ്ധീകരിക്കാം. അതുവരെ കാത്തിരിക്കുക. നമുക്ക് ഇതിനിടയിൽ ഉണ്ടായിരുന്ന സംഭവവികാസങ്ങൾ കൂടി ഞാൻ വെളിപ്പെടുത്തി കഴിഞ്ഞു. നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.